ഹായ് ഫ്രണ്ട്സ്, കാത്തിരിപ്പിനൊടുവിൽ മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റ് രണ്ടാം 100 ദിവസ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാമത്തെ കിറ്റായ മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റും നമുക്ക് എത്താൻ പോവുകയാണ്. ആ കിറ്റിൽ എന്തെല്ലാം ഉണ്ടാകുമെന്നും ആ കിറ്റ് എന്ന് മുതലാണ് വിതരണം ചെയ്യുന്നത് എന്നും ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് നമുക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇതുവരെ 8 ഭക്ഷ്യക്കിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഇനി 9ാമത്തെ ഭക്ഷ്യക്കിറ്റാണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റാണ്. ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റാണ്. ഈ ഒരു മാർച്ച് മാസത്തിൽ ഇപ്പോൾ നിലവിൽ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റാണ്. ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത് മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റാണ്. അതിന്റെ ഒരു വിതരണം ഉടൻ തുടങ്ങും. അതിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിതരണം ഏകദേശം 15-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിലായിട്ട് ഇതിന്റെ ഒരു വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതിന്റെ വിതരണം ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് എന്ന് വിതരണം ചെയ്യും എന്ന് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെയുള്ള കിറ്റ് തന്നെ ആയിരിക്കും നമുക്ക് മാർച്ച് മാസത്തിലും ലഭിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഏപ്രിൽ മാസത്തിൽ ലഭിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മാർച്ച് മാസത്തെ കിറ്റിൽ ലഭിക്കാനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ ഇവയൊക്കെയാണ്. 1/2 കിലോ കടല അല്ലെങ്കിൽ പയറ് അല്ലെങ്കിൽ വൻപയർ, ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും 1/2 കിലോ ലഭിക്കുക. അതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ലഭിക്കുക. കൂടാതെ 1 കിലോ ഉപ്പും 1 കിലോ പഞ്ചസാരയും ലഭിക്കും. 1/2 കിലോ ഉഴുന്ന്, 250 ഗ്രാം തുവരപ്പരിപ്പ്, 100 ഗ്രാം കടുക് അല്ലെങ്കിൽ ഉലുവ, 100 ഗ്രാം മുളക് അല്ലെങ്കിൽ മുളക് പൊടി, ഇങ്ങനെയായിരിക്കും ഭക്ഷ്യ സാധനങ്ങൾ ലഭിക്കുക. കൂടാതെ 2 ഖദർ മാസ്കും പിന്നെ തുണിസഞ്ചി, സപ്ലൈകോയുടെ ലോഗോ അടങ്ങുന്ന ഒരു തുണിസഞ്ചിയും ഈ ഒരു മാസം ഉണ്ടാകുന്നതായിരിക്കും. ഇത്രയും സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് മാർച്ച് 20-ന് മുമ്പായിട്ട് വിതരണം ആരംഭിക്കും. വിതരണം ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഒരുമിച്ച് ഈ പോസ്റ്റ് മെഷീനിൽ കിറ്റ് അവൈലബിൾ ആയി കാണിക്കും. പക്ഷെ ആദ്യം വിതരണം ഉണ്ടാകുക മഞ്ഞ റേഷൻ കാർഡ് ആൾക്കായിരിക്കും. കാരണം കിറ്റ് വളരെ അധികം സ്റ്റോക്ക് കുറവായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തുക. ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കിറ്റ് എത്രയും വേഗം വിതരണം ചെയ്ത് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസത്തെ കിറ്റ് മാക്സിമം നേരത്തെ കൊടുക്കാൻ ശ്രമിക്കും. ഇലക്ഷന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റിന് വിതരണം ചെയ്യാനുള്ള ആലോചനകൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏപ്രിൽ മാസത്തിൽ ആദ്യം തന്നെ വിതരണം ചെയ്യും. അതുപോലെ തന്നെ കിറ്റ് വിതരണം ചെയ്യാനുള്ള ആലോചനകൾ ഉണ്ട് എന്നും ചെറിയ സൂചനകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തേക്ക് കിറ്റിന്റെ കാര്യം. ഏപ്രിൽ മാസത്തെ കിറ്റ് കുറച്ചും കൂടി കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഈ വ്യക്തമായ വിവരങ്ങൾ വെച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.